ഡാൻസ് അറിയില്ല, ഫൈറ്റ് അറിയില്ല, സ്റ്റൈലായി സംസാരിക്കാൻ അറിയില്ല, നടക്കാൻ അറിയില്ല, എന്തിനൊരു ക്ലോസപ്പ് ഷോട്ടിൽ നന്നായി ചിരിക്കാൻ പോലും അറിയില്ല. ഒരു നടനാകാനുള്ള യാതൊരു സവിശേഷതകളുമില്ലെന്ന ലേബലുകളും കൊണ്ട് തമിഴ് സിനിമയിലേക്ക് വന്ന നടനാണ് സൂര്യ ശിവകുമാർ എന്ന സൂര്യ. എന്നാൽ പിന്നീട് സ്വന്തം പോരായ്മകളെ അതിജീവിച്ച് കളിയാക്കലുകളെ ഊർജ്ജമാക്കി മുന്നേറി ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു അയാൾ. സൂര്യയുടെ അഭിനയം കണ്ട് ഇയാൾ ഒരു മികച്ച നടനാകുമെന്ന് വിചാരിച്ചില്ലെന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ കൊണ്ട് തന്നെ കണ്ണുകൾ കൊണ്ട് ഭാവങ്ങളെ സൃഷ്ടിക്കാൻ ഈ നടന് സാധിക്കുന്നുവെന്നും സൂര്യ ചെയ്ത വേഷങ്ങൾ വേറെ ഒരു നടനെ കൊണ്ടും ചെയ്യാൻ സാധിക്കില്ലെന്നും പറയിപ്പിക്കാനായതാണ് അയാളുടെ വിജയം. ഇന്ന് തമിഴകത്തിൻ്റെ നടിപ്പിൻ നായകൻ സൂര്യയുടെ 49ാം പിറന്നാളാണ്. ഒപ്പം സിനിമാ പ്രേമികൾ അങ്ങേയറ്റം കാത്തിരിക്കുന്ന സൂര്യയുടെ 2 സിനിമകളുടെ അപ്ഡേറ്റുകളും ട്രെൻഡിംഗ് നിരയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വേറിട്ട മേക്ക് ഓവറിൽ സൂര്യ വരാനിരിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് കങ്കുവ. ചിത്രത്തിൻ്റെ ഫയർ സോങ് ആണ് താരത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യ നെറുപ്പെ ആറാദ്യ നെറുപ്പെ എന്ന് തുടങ്ങിയ ഗാനം പുറത്തെത്തി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വലിയ സ്വീകാര്യതയാണ് സമൂഹ മാധ്യമങ്ങളിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ലുക്കും ടീസറും കൊണ്ട് തന്നെ ഇതിനകം ശ്രദ്ധിക്കപ്പെട്ട കങ്കുവ പുതിയ അപ്ഡേറ്റായി ഫയർ സോങ് കൂടി വന്നതോടെ വൻ ഹൈപ്പിലേക്കാണ് നീങ്ങുന്നത്. ശിവയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന കങ്കുവയിൽ സൂര്യ 3 വ്യത്യസ്ത ലുക്കുകളിൽ എത്തുമെന്നാണ് വിവരം. ചിത്രത്തിലെ വ്യത്യസ്ത കഥാപാത്രങ്ങൾക്കായി സൂര്യ വലിയ തോതിലുള്ള ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ബോളിവുഡിനോട് കിടപിടിക്കുന്ന ദൃശ്യമികവിൽ 38 ഭാഷകളിലായാണ് കങ്കുവ ഒരുങ്ങുന്നത്. 3Dയിലും സിനിമ ആസ്വദിക്കാമെന്നതും ഒരു പ്രത്യേകതയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 300 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന കങ്കുവയിൽ 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത്. മാത്രമല്ല വരാനിരിക്കുന്നത് സിനിമയുടെ ആദ്യ ഭാഗമാണെന്നും തുടർന്നുള്ള ഭാഗങ്ങൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സൂര്യയെ കൂടാതെ ദിശ പട്ടാനി നായികയായും ബോബി ഡിയോൾ വില്ലനായും കങ്കുവയിലെത്തും. നടരാജൻ സുബ്രഹ്മണ്യം, ജഗപതി ബാബു, റെഡ്ലിൻ കിങ്സ്ലെ, കോവെ സരള, ആനന്ദരാജ് എന്നിവരും കങ്കുവയിൽ പ്രധാന കഥാപാത്രങ്ങളായി ഉണ്ടാവും. ഒക്ടോബർ 10-നാണ് കങ്കുവ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിനെത്തുന്നത്. സൂര്യയും കാർത്തിക് സുബ്ബരാജും ഒന്നിക്കുന്ന സൂര്യ 44 എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ ഗ്ലിംസ് ആണ് സൂര്യയുടെ പിറന്നാൾ ദിനത്തിലെത്തിയ മറ്റൊരു അപ്ഡേറ്റ്. ജിഗർദണ്ഡ ഡബിൾഎക്സിന് ശേഷം കാർത്തിക് സുബ്ബരാജിൻ്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രമാണിത്. സൂര്യ 44ൻ്റെ ആദ്യ ഷെഡ്യൂൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൽ ഈ അടുത്താണ് പൂർത്തിയായത്. അതിനിടെയാണ് ലവ് ലാഫ്റ്റർ വാർ എന്ന ടാഗ്ലൈനിലെത്തുന്ന സിനിമയുടെ ഗ്ലിംസ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. കറുപ്പ് ഷർട്ടും പാൻസും ധരിച്ച് സൂര്യ നടന്നു വരുന്നതും തോക്ക് ചൂണ്ടുന്നതുമാണ് ഗ്ലിംസിലുള്ളത്. നായകനാണോ വില്ലനാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് വീഡിയോ ഒരുക്കിയിരിക്കുന്നത്. നീട്ടി വളർത്തിയ മുടിയും പ്രത്യേക രീതിയിലുള്ള മീശയുമായി വിൻറ്റേജ് ലുക്കിലാണ് സൂര്യ സിനിമയിലുള്ളത്. അടുത്ത കാലത്തായി സൂര്യയുടെ കഥാപാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വിക്രമിലെ റോളക്സുമായും സൂര്യ 44 കഥാപാത്രത്തെ സിനിമാ പ്രേമികൾ താരതമ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ വ്യത്യസ്തമായ ലുക്കിൽ സൂര്യ അവതരിപ്പിച്ച സിനിമയുടെ ഫസ്റ്റ് ഷോട്ടും സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു. സിനിമയുടെ 2ാം ഷെഡ്യൂൾ ഉടനെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. സൂര്യ 44-ൽ മലയാളത്തിൽ നിന്ന് ജയറാമും ജോജു ജോർജും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. പൂജ ഹെഗ്ഡെ നായികയാകുന്ന ചിത്രത്തിൽ കരുണാകരനും മറ്റൊരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. സൂര്യ ജ്യോതിക ടീമിൻ്റെ 2D എൻ്റർടൈൻമെൻറ്റ്സും കാർത്തിക് സുബ്ബരാജിൻ്റെ സ്റ്റോൺ ബെഞ്ച് ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. അതേസമയം സുറൈ പോട്ടറിനു ശേഷം സൂര്യയും സുധാ കൊങ്കരയും ഒന്നിക്കുന്ന പുറനാനൂറിൻ്റെ ഷൂട്ട് വൈകിയതോടെയാണ് സൂര്യ 44-നു വേണ്ടി താരം കാർത്തിക് സുബ്ബരാജുമായി കൈകോർത്തത്. ഇതുകൂടാതെ വെട്രിമാറിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന വാടിവാസലാണ് സൂര്യയുടെ വരാനിരിക്കുന്ന മറ്റൊരു പ്രോജക്റ്റ്.